ഈ കാണുന്നതാണ് HDMI സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് രണ്ട് ഔട്ട്പുട്ടുകളുണ്ടാവും, രണ്ടിലധികം ഔട്ട്പുട്ടുള്ള സ്പ്ലിറ്റേഴ്സും ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് HDMI ഔട്ട്പുട്ട് 1 ഔട്ട്പുട്ട് 2 എന്ന് എഴുതിയ രണ്ട് ഔട്ട്പുട്ടിൻ്റെയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അതിന് ഒരു ഇൻപുട്ടും ഉണ്ടാവും. ഈ കാണുന്നതാണ് അതിൻ്റെ ഇൻപുട്ട്. രണ്ട് ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും ഉള്ളതാണ്. ഇതിൻ്റെ അഡാപ്റ്റർ വന്നിട്ട് 5 വോൾട്ട് 2 ആംസിൻ്റെ അഡാപ്റ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, ചെയ്യുന്നവർക്ക് അത് സിമ്പിളായിട്ട് അറിയാം. അതായത് DVR ന്ന് ആ ഒരു HDMI കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എത്ര ഔട്ട്പുട്ടാണ് അത്ര ഔട്ട്പുട്ടിലോട്ട് ലൈവായിട്ട് സൈമൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയം തന്നെ ഈ മോണിറ്ററുകളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു സ്പ്ലിറ്റർ കൊണ്ട് സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഒരു എത്തർനെറ്റ് കേബിൾ വെച്ചാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ ഒരു കണക്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൺവെർട്ടേഴ്സാണ്. അതായത് HDMI to RJ45 കൺവെർട്ടറാണിത്. സോ ഇതുപോലത്തെ നമുക്കൊരു കണക്ടേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാൻ കിട്ടും. ഞാൻ ഒരു നോർമലി ആൾക്കാർ ഉപയോഗിക്കുന്നൊരു കൺവെർട്ടറാണിത്. സോ HD എക്സ്റ്റൻഡർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 4K 2K എന്നൊക്കെ. അത്ര അതിലിങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു സൈഡ് HDMI പോർട്ടും അടുത്ത സൈഡ് RJ45 കണക്ട് ചെയ്യാനുള്ള ആ ഒരു ലാൻ കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു RJ45യുടെ ലാൻ പോർട്ടും ആ ഒരു പോർട്ടുമുള്ള ഒരു കൺവെർട്ടറാണിത്. ഇത് നമ്മൾ നമ്മുടെ എത്തർനെറ്റ് കേബിളിൽ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു HDMI ഇൻപുട്ട് കുത്താനായിട്ടുള്ള HDMI കിട്ടും. അതുപോലെ ഈ സ്പ്ലിറ്ററിൽ, അതായത് ഈ സ്പ്ലിറ്ററിലെ ഔട്ട്പുട്ടിൽ നമ്മളത് രണ്ട് കണക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ രണ്ട് സ്ക്രീനിലോട്ട് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ HDMI കേബിൾ നമ്മൾ ആ DVR കൊടുക്കും. DVR കൊടുത്ത ആ ഒരു കേബിള് ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കും. അതായത് നമ്മുടെ സ്പ്ലിറ്ററിൻ്റെ ഇൻപുട്ടിൽ അത് കൊടുക്കും. സോ നമ്മൾക്ക് രണ്ട് ഔട്ട്പുട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന രണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് ഓൾറെഡി രണ്ട് സ്ക്രീനുകൾ നമുക്ക് കിട്ടും. അതായത് ഒന്ന് നേരിട്ട് ആ HDMI കേബിൾ വഴിയുള്ള ഒരു സ്ക്രീനും അതിന് പുറമെ ആ ഒരു ലാൻ കേബിൾ വഴി ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത വേറൊരു സ്ക്രീനും ഉണ്ട്, വേറൊരു മോണിറ്ററും ഉണ്ട്. അപ്പോൾ ആ ഒരു മോണിറ്ററിലും നമുക്ക് ഇത് വെച്ച് തന്നെ കിട്ടും. അപ്പോൾ അതിനായിട്ട് ആ ഒരു ലാൻ കേബിൾ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് TVയിൽ ഇതുപോലെ HDMI പോർട്ടിൽ കണക്ട് ചെയ്ത് നമ്മൾ ആ ഒരു HDMI പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ TVയിൽ നമുക്ക്